ഉയരെ ദൂരങ്ങൾ തേടി നേരിൻ പാദങ്ങൾ താണ്ടി പൊഴിയും പൊൻതൂവൽ പോലെ അകലെ കാതങ്ങൾ മായി. ഉയരെ ദൂരങ്ങൾ തേടി നേരിൻ പാദങ്ങൾ താണ്ടി പൊഴിയും പൊൻതൂവൽ പോലെ അകലെ കാതങ്ങൾ മായി. ഹലോ, നീ എണീറ്റില്ലേടാ ഇതുവരെ? ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. നീ കാര്യം പറ. നിന്റെ പഴയ കേസാന്ന് തോന്നുന്നു ഇന്നത്തെ സപ്ലിമെന്ററിയിൽ. ഏത് കേസ്? ആ കുട്ടിയെ കാണാതായ കേസില്ലേ, നീ കരീപ്രയിൽ ഉണ്ടായിരുന്ന സമയത്താന്ന് തോന്നുന്നു. പുതിയാട്ടുകാവ് എന്നല്ലേ ആ സ്ഥലത്തിന്റെ പേര്? നീ ഇത്രയ്ക്ക് ആലോചിക്കൊന്നും വേണ്ട. എടീ, നിന്റെ ഈ ഞായറാഴ്ച ദാരിദ്ര്യം വായിക്കാൻ പണ്ടത്തെ പോലെ കടത്തണ്ടിലിരിക്കുന്ന അമ്മമാരിപ്പോൾ ഇല്ല. അവർ വരെ ഫേസ്ബുക്കിലാ. എന്നാലും എഴുത്തിന്റെ സുഖം കിട്ടൂല. ഓ, എന്തോന്ന്, ചട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്പം മസാലയൊക്കെ ചേർത്ത് ഓവനിട്ട്, അത്രയേ ഉള്ളൂ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറ, എൻ്റെ ചാനലിൽ കയറാം. നോക്കട്ടെ. ഹലോ ഹലോ, അനുപമ രാജീവ് അല്ലേ, പത്രത്തിലെ? അതെ. ഇന്ന് നിങ്ങളുടെ ആർട്ടിക്കിൾ പത്രത്തിൽ കണ്ടിരുന്നു. അതേക്കുറിച്ചൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. ആ, പറഞ്ഞോളൂ. ഇനി ആർട്ടിക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അതോ ഇന്നത്തേത് മാത്രമേ ഉള്ളൂ? ഇല്ല, ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്തേ? എൻ്റെ പേര് പ്രകാശ് ഭാസ്കർ, റിട്ടയർഡ് CI ആണ്. ഞാനാണ് ആ കേസ് അന്വേഷിച്ചിരുന്നത്. അതേക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഓക്കെ, ഷുവർ സർ. നമുക്കെന്നാ ഈവനിങ് മീറ്റ് ചെയ്താലോ? ലൊക്കേഷൻ ഞാൻ അയക്കാം. ഓക്കെ, ശരി സർ. കണ്ടോ, ഇപ്പോഴും ചട്ടിച്ചോറ് കഴിക്കാൻ ആളുണ്ട്. മനസ്സിലായാ? കുട്ടിയെ കാണാതായെന്ന് കരുതപ്പെടുന്ന ഏപ്രിൽ 27 രാത്രി 8 മണിയോടുകൂടി പുതിയകാവ് പരിധിയടങ്ങുന്ന സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് ചുമതലയുണ്ടായിരുന്ന SI അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും അന്വേഷണം തുടങ്ങുകയുമായിരുന്നു. പ്രഥമദൃഷ്ട്യാ കുട്ടിയുടെ പിതാവിന് നേരെ ആരോപണമുയർന്നിട്ടും പോലീസിൻ്റെ കാര്യക്ഷമമല്ലാത്ത അന്വേഷണം കൊണ്ടെത്തിച്ചത് കുട്ടി എവിടെയെന്ന ചോദ്യത്തിനപ്പുറം കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യവുമായാണ്. പോലീസ് ഈ കേസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചിരുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞേ? കുട്ടിയുടെ അമ്മ പറഞ്ഞനുസരിച്ചിട്ടാണ് ഞങ്ങള്. ശരി, നിങ്ങൾ ഇങ്ങനൊരു ഫീച്ചർ ചെയ്യുമ്പോൾ
അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പീനിയൻ എടുത്തില്ല? അതാണ് എൻ്റെ ചോദ്യം. അന്നും അന്വേഷിക്കുന്നു, ഇന്നും അന്വേഷിക്കുന്നു, ഈ നിമിഷവും അന്വേഷിക്കുന്നു. സോ ഡോണ്ട് റൈറ്റ് യുവർ ഷിറ്റി ആർഗ്യുമെൻറ്റ്സ്. അണ്ടർസ്റ്റാൻഡ്? പോലീസ് നല്ല വിധത്തിൽ ഈ കേസ് അന്വേഷിച്ചില്ല എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം? എൻ്റെ മകൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഞാനത് പറഞ്ഞതാ. 1-2 ദിവസം പോലീസുകാരിവിടെ വന്ന്, പിന്നീട് അവർ വന്നിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. കുട്ടിയുടെ അച്ഛനെ സംശയിക്കപ്പെടാൻ എന്താ കാരണം? മകനെ കാണാതായതിനു ശേഷം നിങ്ങൾ അന്നേ പിരിഞ്ഞതാ. അത് ലീഗലി ചെയ്യാൻ തോന്നിയത് ഇപ്പോഴാ. അതെന്തുകൊണ്ടാ? അവൻ വളരെ വൈകിയാ ജനിച്ചത്. നിലത്ത് വെക്കാതെയാ അയാൾ ഞാനും അവനെ വളർത്തിയത്. പിന്നീട് എപ്പോഴോ അയാൾക്ക് എന്നെ ഇഷ്ടമല്ലാതായി. എന്നെ സംശയമായിരുന്നു. പിന്നെ എൻ്റെ മോനെ ഇഷ്ടപ്പെടാതായി. ഇത്ര കാലവും ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ജീവിച്ചത്. ഇപ്പൊ തോന്നുന്നു എൻ്റെ മോൻ വരില്ല എന്ന്. ആർക്കു വേണ്ടിയാ? കുട്ടിയെ ഒരുപാട് തല്ലുമായിരുന്നല്ലേ? കാണാതായ അന്നും ഒരുപാട് തല്ലിയിരുന്നു അല്ലേ? അയ്യോ, എന്തുവാ ഈ കാണിക്കുന്നത്? അങ്ങോട്ട്. അയ്യോ, എന്തിനാ എന്റെ മോനെ ഇങ്ങനെ കെട്ടിയിട്ട് തല്ലി കൊല്ലുന്നത്? മുട്ടട വില്ലേജിന് കിഴക്ക് ഭാഗത്തായി കല്ലൂർ റോഡിന് വലതുവശത്തായി പുതിയാട്ട് വിലാസത്തിൽ ദമ്പതികളായ മാധവൻ ഉണ്ണിത്താൻ്റെയും ഭാര്യ സരോജിനി ദേവിയുടെയും മകൻ 13 വയസ്സുള്ള വിഷ്ണുദത്തൻ 27 ഏപ്രിൽ 2008 സമയം രാത്രി 8 മണിയോടുകൂടി സ്വവസ്ഥിതിയിൽ നിന്ന് കാണാതായിരിക്കുന്നു. അന്നേ ദിവസം പിതാവായ മാധവനിൽ നിന്നും കുട്ടി മർദ്ദനത്തിനിരയായതായി അമ്മ സരോജിനി ദേവി വാക്കാൽ മൊഴി കൊടുത്തിരിക്കുന്നു. നിർത്ത്. തല്ലി. അത്രയേ ഉള്ളൂ? മക്കളാവുമ്പോൾ തല്ലും. തല്ലിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കാരെങ്കിലും സംശയം? അങ്ങനെ എന്തെങ്കിലും? ഇല്ല. നിങ്ങളുടെ ഭാര്യ പറയുന്നത് നിങ്ങൾ കുട്ടിയെ അപായപ്പെടുത്തി കാണുമെന്നാ. ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുന്നു. ഇഷ്ടമല്ലായിരുന്നു. കാരണം? അതെൻ്റെ വ്യക്തിപരമാണ്. എല്ലാം തുറന്നു പറയണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഞാൻ ഒന്ന് പറയാം ഓഫീസർ, അവനെ കാണാതായതുമായി എനിക്കൊരു ബന്ധവുമില്ല. ഇനി എങ്ങാനും അവൻ ചത്തിട്ടുണ്ട് എനിക്കൊരു നഷ്ടവുമില്ല. എൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഞാൻ സോൾവ് ചെയ്യാതെ പോയ ഒരേ ഒരു കേസാണിത്. ഇതെന്നും എനിക്കൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. സംശയം തോന്നിയവരെയെല്ലാം ഞാൻ ചോദ്യം ചെയ്തു. ഒരുവിധം എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ എങ്ങും എത്തിയില്ല. ഒരു വിറ്റ്നസ് പോലും ഇല്ല ഈ കേസിൽ. ഐ ആം സോറി സർ. എനിക്ക് സാറിൻ്റെ അവസ്ഥ മനസ്സിലാവും. ആണ്ടാ സാറേ. ആ, ബാക്കി താൻ വെച്ചോ. ഓക്കെ സാറേ. സാറേ, എന്താ ലേറ്റായി? വാടി. കാണാഞ്ഞപ്പോൾ ഞാൻ കരുതി ഇന്ന് വരില്ലെന്ന്. എനിക്ക് വരാതിരിക്കാൻ പറ്റൂല.
പറയടി. പറ്റില്ല സാറേ, എൻ്റെ കയ്യിൽ ഇല്ല. എൻ്റെ പൊന്നല്ലേ, നിന്റെ പേഴ്സിലുണ്ടാവും. ഒന്ന് നോക്കടി. ഞാൻ പറഞ്ഞില്ലേ, ഇട്ടതാടി. നിനക്ക് എൻ്റെ ഭാര്യയുടെ പേരറിയോ? അത് എൻ്റെ പേര് തന്നെയല്ലേ സാറേ? പിന്നെ നിനക്ക് എന്തൊക്കെ അറിയാം? സാറിന് അവളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സാറിന് അതിനുള്ള കഴിവില്ല. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയടി. സാറിന് കഴിവില്ല. എൻ്റെ കഴിവ് നീയാന്നോടി നായിൻ്റെ മോളെ തീരുമാനിക്കുന്നത്. വാടി, നിനക്കെൻ്റെ കഴിവിലുണ്ടേ. വാടി. വീട് സാറേ, വേദനിക്കുന്നു സാറേ. കിടക്കടി അവിടെ. ഞാനോടി പറയടി. ഇനി ശരിക്കും പറയടി. പറയടി. തൃപ്തിയായോ? പറ, തൃപ്തിയായോ? ഇനിയടി ശരിക്കുള്ള തൃപ്തി. പറയടി. പറയടി. ഇനി ശരിക്കുള്ള തൃപ്തി. വേണ്ട, വേണ്ട സാറേ. ചോദിക്കില്ല സാറേ, പ്ലീസ്.
സാർ ഞാൻ അനുപമയാണ്. ആ എന്താ? സാറേ, കാണാതായ പയ്യൻ്റെ അച്ഛനില്ലേ, മാധവൻ ഉണ്ണിത്താൻ, അദ്ദേഹം മരിച്ചു. ഇതപ്പോൾ തീരും? പോയിട്ടൊരു എയർപോർട്ടോട്ടോ ഉള്ളതാ. ഇതിപ്പോൾ തീരും. മോനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം എടുത്തേനെ. ഇത് കർമ്മം ചെയ്യുന്നത് മരിച്ച ആളുടെ പെങ്ങളുടെ മോനാണ്. ഓ, ഇയാളുടെ മോനെ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലേ? ജീവനോടെ ഉണ്ടോ അതോ? എവിടെ ചത്ത് കാണുമെന്ന് ഇയാൾ തന്നെ കൊന്നതാണെന്നും പറയുന്നുണ്ട്. സ്വന്തം മോനെ ആരെങ്കിലും കൊല്ലൂ? മകൻ ഇയാളെ അല്ലായിരുന്നു എന്നൊരു കഥയും ഉണ്ട്. വല്ലാത്ത ജീവിതങ്ങൾ തന്നെ. പെണ്ണാണല്ലേ ആനം കടുത്ത മനുഷ്യനെ പെണ്ണാണല്ലേ നീ എവിടെ പഠിച്ചതൊക്കെ എന്തായി കാണിക്കുന്നത്? അങ്ങോട്ട് എന്തിനാ എന്റെ മോനെ ഇങ്ങനെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലുന്നത്? ഉയരെ ദൂരങ്ങൾ തേടി നേരിൻ പാദങ്ങൾ താണ്ടി പൊഴിയും പൊൻതൂവൽ പോലെ അകലെ കാതങ്ങൾ മാറി ഉയരെ ദൂരങ്ങൾ തേടി നേരിൻ പാദങ്ങൾ താണ്ടി പൊഴിയും പൊൻതൂവൽ പോലെ അകലെ